PMC പദ്ധതിയിൽ മന്ത്രിസഭയിൽ ആശങ്ക അറിയിച്ചിട്ടും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതികരിക്കാത്തതിൽ CBIക്ക് നല്ല ആമർശമുണ്ട്. CPI നിയമസഭാ കക്ഷി നേതാവ് കെ രാജൻ ആശങ്ക അറിയിച്ചിട്ടും മുഖ്യമന്ത്രിയും CPI മന്ത്രിമാരും പ്രതികരിച്ചിരുന്നില്ല. PMC വിവാദത്തിനിടെ CPI സംസ്ഥാന കൌൺസിൽ എന്ന് ചേരും. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഭരണകക്ഷിയിലെ രണ്ടംഗങ്ങൾ തന്നെ രണ്ട് തട്ടിൽ നിൽക്കുന്നു. ഒരു കൂട്ടർ കുട്ടികൾക്ക് കിട്ടാനുള്ളത് കിട്ടട്ടെ, അത് നടക്കട്ടെ എന്ന് പറയുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത് പോലെയല്ല, അതിന് അതിൻ്റെതായ അപകടങ്ങളുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങളൊക്കെ CPI ആശങ്കയൊക്കെ അറിയിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇനിയുള്ള ഒരു നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ് അഷ്മി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസഭാ യോഗം ഉണ്ടായിരുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ 2 CPI മന്ത്രിമാർ തങ്ങളുടെ ആശങ്ക അറിയിച്ചു. പക്ഷേ അതിൽ മറുപടി പറയാനോ ആ ആശങ്ക പരിഗണിക്കാനോ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രി അടങ്ങുന്നവരോ തീരുമാനിച്ചിട്ടില്ല. അതിൽ ഒരു മറുപടിയും മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ കടുത്ത അമർഷത്തിലാണ് CPI. ഇന്നലെയാണ് അതിനുശേഷം എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്. എക്സിക്യൂട്ടീവ് യോഗത്തിൽ PMC പദ്ധതിക്കെതിരെയുള്ള കടുത്ത നിലപാട് തുടർന്നു പോകാൻ തന്നെയാണ് ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചത്. ഏതെങ്കിലും രീതിയിൽ LDF യോഗം വിളിച്ചാലും LDF യോഗത്തിൽ കടുത്തമായ എതിർപ്പ് അത് പൂർണ്ണമായി അറിയിക്കാൻ തന്നെയാണ് തീരുമാനം. ഇത്തരത്തിൽ PMC പദ്ധതി അത് ദേശീയ വിദ്യാഭ്യാസ നയം ഒളിച്ചു കടത്താനുള്ള വഴി മാത്രമാണെന്നും പണത്തിനു വേണ്ടി മാത്രം ഈ പദ്ധതിയിൽ ചേരുന്നതിനോട് എതിർപ്പാണെന്നും CPI LDF യോഗത്തിൽ അറിയിക്കും. സ്വാഭാവികമായി സർക്കാരിനും ഇതിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം വർഗീയ അജണ്ട, പ്രത്യേകിച്ച് PMC പദ്ധതിയിൽ മാത്രമല്ല ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ വർഗീയ അജണ്ടയുണ്ട് എന്ന് നിരന്തരമായി പ്രചരിപ്പിച്ച് സമരങ്ങളടക്കം നടത്തി മുന്നോട്ട് പോകുന്നവരാണ് CPM. സ്വാഭാവികമായി അത് ഉൾക്കൊള്ളാതെ CPIയുടെ പ്രതിഷേധമടക്കം ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാൻ CPM-നും കഴിയില്ല. ഈ LDF യോഗത്തിൽ ഈ ഒരു സമവായത്തിൽ എത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ CPM-നുണ്ടായിരുന്നു. പക്ഷേ കടുത്ത നിലപാട് സ്വീകരിച്ച് ഈ അമർഷം ഉൾപ്പെടെ രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം CPI തീരുമാനിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, അഷ്മി. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.